നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ശ്യാമക്കുട്ടി, ഞാൻ തന്നെ ദേഷ്യം പിടിപ്പിക്കാനാ കളിയാക്കിയത്. ലൈറ്റിനെ കുറിച്ചാ പറഞ്ഞെന്ന് വെറുതെ പറഞ്ഞതാ, ഒരു തമാശ. ഞാൻ തമാശ പറഞ്ഞെന്ന് തനിക്ക് മനസ്സിലായില്ല? എന്റെ യഥാർത്ഥ വെളിച്ചം താനാടോ. തന്റെ ഉണ്ണികൃഷ്ണനാണ് സത്യം. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യ, അതൊന്നുകൂടി ഞാൻ പറയാം. താനില്ലാത്ത ജീവിതം അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സത്യാടോ. ഇനി ഒന്ന് ചിരിച്ചേ. പോരാ, നല്ലോണം ചിരിക്കാം. തനിക്ക് മനസ്സിലായില്ലേ തന്നെ വട്ടാക്കാൻ പറഞ്ഞാന്ന്? അതല്ല, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് കരുതി അങ്ങ് ആകാശം മുട്ടി നിൽക്കായിരുന്നു. പെട്ടെന്ന് സാർ ലൈറ്റിനെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞപ്പോ തന്റെ ഈ പൊട്ടത്തരം കൂടി ചേരുമ്പോഴാ എനിക്ക് കൂടുതൽ ഇഷ്ടാവുന്നത്. ഓ, ഇത് 7 ദിവസങ്ങൾ കൂടി പെട്ടെന്ന് കടന്നു കിട്ടിയിരുന്നില്ലേ? ആലോചിച്ചാൽ നല്ല രസമുണ്ട്. 2 വട്ടം കല്യാണം കഴിഞ്ഞവർ, ഒരേ മുറിയിൽ ഒന്നിച്ചു കഴിഞ്ഞവർ, അവർക്കിതാ 3ാമത്തെ കല്യാണം. അവർക്കിതാ 3ാം കല്യാണം എന്നല്ല, അവർക്കിതാ യഥാർത്ഥ കല്യാണം. അങ്ങനെ വേണം പറയാൻ. ഇനി ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയട്ടെ. എന്താ സർ? നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ദിവസങ്ങളാ ഇനി മുന്നിൽ. എന്താ സർ? എന്നുവെച്ചാ, ഈ കല്യാണം നടക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചു പേരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ട്. ഐശ്വര്യടുത്തി ജഗന്നാഥൻ, ആ ടീമിലേക്ക് ഇപ്പോ പുതിയൊരാള് കൂടി എത്തിയിരിക്കുക. SI ജയേഷ്. തന്നെ പേടിപ്പിക്കാൻ പറഞ്ഞല്ല, ചെറിയൊരു മുൻകരുതൽ വേണം. SI ജയേഷ് ആരാ സർ? ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ. കോളേജിൽ ഒരുമിച്ചായിരുന്നു. അവനൊരു ക്രിമിനലാ. പണ്ട് മുതലേ ശത്രുതയായിരുന്നു. അവൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ടുണ്ട്. താൻ പേടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചെങ്കൽ അമ്പലത്തിൽ പോയി തൊഴുതു വരുന്നതോടെ എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറും. അതെ, എത്രയും പെട്ടെന്ന് ചെങ്കൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വരണം. തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലേ സർ? ഞാൻ പറഞ്ഞത് അബദ്ധമായല്ലോ. എടോ, വെറുതെ ഒന്ന് സൂചിപ്പിച്ചതാ. താൻ ടെൻഷനാവല്ലേ? കല്യാണം മുടക്കാൻ ഐശ്വര്യടുത്ത് എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ നടത്തുമായിരിക്കും, അതുറപ്പാ. എന്താ ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.